ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 11 തിരുവചനം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയ തകർച്ചയോടുകൂടിയ പ്രാർത്ഥനയാണിത്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഒരു വലിയ നിലവിളിയോടെയാണ് ദാവീദ് ഈ പ്രാർത്ഥന കർത്താവിന്റെ മുൻപിൽ ഏറ്റുപറയുന്നത്. ദാവീദ് ഒരു രാജാവായിരുന്നു. എന്നാൽ അവൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, എൻ്റെ രാജസ്ഥാനം എടുത്ത് കളയരുതേ. എൻ്റെ പദവികള്, സ്ഥാനമാനങ്ങള്, സമൂഹത്തിലുള്ള എൻ്റെ സ്വാധീനം, എൻ്റെ രാജകീയ ഫലം, എൻ്റെ സമ്പത്ത്, കഴിവുകൾ, ആരോഗ്യം, കർത്താവേ, എടുത്ത് കളയരുതേ എന്നല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ദാവീദ് കാണുകയാണ്, അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വലിയൊരു വെളിപാടാണ്. ഈ ലോകത്തിലെ നശ്വരമായ മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറണം. കർത്താവിന്റെ ആത്മാവ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകത്തക്ക വിധം പരിശുദ്ധാത്മാവിനെ അടുത്ത് സ്നേഹിക്കുവാനും അറിയുവാനും നമ്മൾ ആഗ്രഹിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. നമ്മുടെ നിലവിളിയും ഇത് തന്നെയാകട്ടെ. ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി നിലവിളിക്കുന്നത്? ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ, കർത്താവേ, നീ എന്നെ സൂക്ഷിക്കണമേ എന്നതാണോ? അത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയാണോ? ദൈവസന്നിധിയിൽ നമ്മുടെ നിലവിളി എന്ന സഹോദരങ്ങളെ, നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. ഈ വചനത്തിലൂടെ സ്വർഗം നൽകുന്ന ഈ ദൈവീക ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ നൊമ്പരങ്ങള്, നമ്മെ അലട്ടുന്ന നിരവധിയായ ആശങ്കകളും ആകുലതകളുമുണ്ട്. എല്ലാം നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മുടെ കാര്യത്തിൽ എത്രയോ ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ വലിയ തിരിച്ചറിവോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ആയിരങ്ങളിലേക്ക്, അവിടുത്തെ ആയിരങ്ങളിലേക്ക്, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക്, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് റൂഹായേ വരണമേ. റൂഹായേ വരണമേ. അനേകരെ സുഖപ്പെടുത്തണമേ. അനേകരെ സുഖപ്പെടുത്തണമേ. വിമോചിപ്പിക്കണമേ. വിമോചിപ്പിക്കണമേ. കാലഘട്ടത്തിന്റെ കൃപാവരങ്ങളാൽ, കാലഘട്ടത്തിന്റെ കൃപാവരങ്ങളാൽ ജനലക്ഷങ്ങൾ ഉണർത്തണം. ജനലക്ഷങ്ങൾ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ. ഞങ്ങളുടെ മധ്യേ വരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അനന്തമായ കൃപയാൽ നമ്മൾ നിറയപ്പെടുവാൻ, കർത്താവിന്റെ അനന്ത ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, ഹൃദയം തുറന്നെല്ലാം മറന്ന് ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. We worship Lord, we worship Holy Spirit. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ
തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ ആഗ്രഹിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവിനോട്, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. റുഹായേ വരിക വരിക, അവിടുത്തെ ജനകോടികളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. സ്പിരിറ്റ് മൂവ്. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഓ പവർ പവർ. ആമേൻ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവേ കുടുംബങ്ങളിലേക്ക് വരിക, കരങ്ങൾ ഉയർത്തിയടിച്ച്. ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ. ഈശോ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. ഓ ഫയർ ഫയർ ഫയർ. ഓരോ വ്യക്തിയിലേക്ക്, ഭവനത്തിലേക്ക്, തലമുറകളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ആത്മാവിന്റെ തീ, റൂഹായുടെ തീ കത്തട്ടെ കത്തട്ടെ. കത്തിപ്പടരണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, രാജാവേ, റൂഹായേ, പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കണമേ. ബന്ധനങ്ങളെ തകർക്കണമേ. മുഖങ്ങൾ ഒടിക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. ഓരോ വ്യക്തിക്ക് ആവശ്യമായ അഭിഷേകം പകരണമേ. ഓരോ ഭവനത്തെയും അനോയിന്റ് ചെയ്യണമേ. പൈശാചിക ആധിപത്യങ്ങള്, നാരിക ശക്തികള്, തിന്മയുടെ പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യത്താൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ. ഓരോ വ്യക്തിയെയും തൊടുക, ഓരോ വ്യക്തിയെയും അനോയിന്റ് ചെയ്യുക. സ്പിരിറ്റ് മൂവ്. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങളങ്ങേ ആശ്രയിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിമോചിപ്പിക്കണമേ. അനോയിന്റ് അനോയിന്റ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിമോചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഏറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാം ആയിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, പരിശുദ്ധാത്മാവ് നൽകുന്ന വിടുതൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിമോചനത്തെക്കുറിച്ചാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. സഭയിലും ലോകത്തിലുമുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം. പലപ്പോഴും ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മ്ലേച്ഛതകളും വിശ്വാസത്യാഗവും
വഴിവിട്ട ലൈംഗികതകളും ദൈവനിഷേധവും ദൈവദൂഷണവും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റെ വെറിക്കൂത്തുകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മങ്ങിപ്പോയോ? പരിശുദ്ധാത്മാവ് സജീവമായി ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സംശയം വരാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവിൻ്റെ റൂഹ ശക്തിയോടെ ലോകത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. തന്നെ സ്നേഹിക്കുന്നവരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ നിരന്തരം പരിപാലിക്കുവാനും സൂക്ഷിക്കുവാനും വളർത്തുവാനും വലുതാക്കുവാനും ഇന്നും ദൈവത്തിൻ്റെ റൂഹ അതീവ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു സമയം. നമുക്കറിയാം, ഇന്ന് ഒരുപാട് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ പ്രബലപ്പെട്ട് കഴിഞ്ഞ്, കാരണം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ന് പാപത്തിൻ്റെ കൊടിയ തിന്മകള് അതുപോലെ ഇന്ന് വളർന്ന് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു. എല്ലായിടങ്ങളിലും പാപം പിടിമുറുക്കി കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സംസാരിച്ചു പോകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പ്രവർത്തിച്ചു പോകുന്നത്. പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ അധിക സമയം ചിന്തിക്കുന്നത്. എന്താണ് ഇതിലൂടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്? നമ്മിൽ അനേകരിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളും അടിമത്തങ്ങളുമുണ്ട്. നമുക്കെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു ഡെലിവറൻസ്, വിമോചനം വ്യക്തിപരമായ ആവശ്യമുള്ള ഒരു സമയമാണിത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂത് എന്താണ്? നമ്മുടെ കർത്താവ് സിനഗോഗിൽ പ്രവേശിച്ച് തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചന ദൂതുകൾ യേശു പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ശക്തമായി ആവസിച്ചത്? വചനം വെളിപ്പെടുത്തുകയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. 3-4 കാര്യങ്ങൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തത് എക്സ് 10:38 കാണുന്നുണ്ട്. നസ്രാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി? ബന്ധിതർക്ക് മോചനം നൽകുവാൻ. നമ്മളിന്ന് അനേകം കാര്യങ്ങളിൽ ബന്ധിതരാണ്. എത്ര വ്യക്തികൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മറ്റു ചിലർക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമേ ഇല്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന, അരിശപ്പെടുന്ന എത്രയോ ദൈവമക്കൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലുമുണ്ട്. പ്രാർത്ഥന താല്പര്യമില്ലാത്തവരെ, മറ്റു ചിലരെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരെ, വിശുദ്ധിയിൽ വളരാൻ പറ്റാത്ത വിധം പാപബന്ധനത്തിൽ ബന്ധിതരായ ഒരുപാട് ജീവിതങ്ങൾ, പലവിധ ബോണ്ടേജുകളാൽ നമ്മളെല്ലാം ഇന്ന് ബന്ധിതരാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ മേഖലകളിലെല്ലാം ഒരു ഡെലിവറൻസ് ഇന്ന് നമുക്ക് ആവശ്യമാണ്. മറ്റേത് കാലഘട്ടത്തിലുപരി പരിശുദ്ധാത്മാവ് നൽകുന്ന വിമോചനത്തിൻ്റെ പവർ, കർത്താവായ യേശുവിനോട് ലഭിക്കുന്ന വിടുതലിൻ്റെ അനുഭവം
ഇന്ന് നമുക്ക് ഒരുപാട് ആവശ്യമായിരിക്കുന്ന കാരണം ഇന്ന് അതുപോലെ പിശാച് പ്രബലപ്പെട്ട് കഴിഞ്ഞു. നിരാശയുടെ, ദുഃഖത്തിൻ്റെ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വിഷാദത്തിൻ്റെ, മുൻകോപത്തിൻ്റെ, സംശയത്തിൻ്റെ, ചഞ്ചലിപ്പിൻ്റെ, അലസതയുടെ, ഉദാസീനതയുടെ, മന്ദതയുടെ, മരവിപ്പിൻ്റെ, നിസ്സംഗതയുടെ, വിവിധങ്ങളായ പാപകരമായ ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ അസംഖ്യം ആത്മാക്കളിൽ നിന്ന് പിശാച് കുരുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മ നൽകുന്ന വിടുതൽ. കർത്താവ് യേശുവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആ വിമോചനം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പോയാൽ വലിയ തകർച്ചയിലേക്കും നാശത്തിലേക്കുമാണ് പോകുന്നത്. അതുകൊണ്ട് യേശു പ്രഖ്യാപിച്ചത്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, ഞാൻ അഭിഷിക്തനായിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കുവാനാണ്. ഹല്ലേലൂയ! ഇത് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനമാണ്. കർത്താവ് യേശുവിൻ്റെ മിനിസ്ട്രിയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിവാക്കി തരുന്നത്. യേശു എന്തിനാ ലോകത്തിലേക്ക് വന്നത്? ബന്ധിതരെ മോചിപ്പിക്കാൻ. ഇതാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. അന്ധർക്ക് കാഴ്ച. ഇന്ന് നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിത്യതയുടെ വെളിച്ചത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൻ്റെ നശ്വരതയിലും ഈ ലോകത്തിൻ്റെ ജഡീകതകളിലും പിശാച് അനേകം ആത്മാക്കളെ ബന്ധിച്ചിട്ട് നിത്യത മറച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹത്വം അനേകർക്ക് ദൃശ്യമല്ല. കാരണം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. തന്മൂലം ഹൃദയം കഠിനമായി, മനസ്സ് മരവിച്ചു. എല്ലാവിധത്തിലുള്ള ഭോഗാസക്തികൾക്ക് അടിമപ്പെട്ട് ഒത്തിരിയേറെ വ്യക്തികൾ ഇന്ന് ജീവിച്ച് പോവുകയാണ്. ഇതെന്തൊരു വലിയ തകർച്ചയാ സഹോദരങ്ങളെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2 പറയുന്നുണ്ട്, ദുഷ്ടത അവരെ അന്ധരാക്കി. അപ്പം എന്താണ് അന്ധത? ഹൃദയത്തിൽ ദുഷ്ടതയാണ്. എല്ലാവിധത്തിലുള്ള ദുഷിപ്പും മ്ലേച്ഛതയും നിറഞ്ഞ ഒരു കാലഘട്ടം. ഈ ദുഷിപ്പുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അന്ധരാകുകയാണ്. നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറയുകയാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിന് വെളിച്ചം കെട്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മങ്ങുകയാണ്. ദൈവശക്തി ഇന്ന് മന്ദീഭവിച്ച് അതിങ്ങനെ ക്ഷയിച്ച് പോവുകയാണ്. കാരണം നമ്മുടെ ഹൃദയം ഇന്ന് ഒരുപാട് ദുഷിച്ചു പോയിരിക്കുന്നു. അത് നമ്മെ അന്ധരാക്കി. തന്മൂലം നമ്മുടെ ഹൃദയം കഠിനമായി. നമുക്കെന്ന് അനുതാപമില്ല, മനസാന്തര അനുഭവമില്ല, ഒരു പശ്ചാത്താപമില്ല. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ആഴമേറിയൊരു വേദനയോ നിലവിളിയോ ഇന്ന് അനേകർക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം മനസ്സ് മരവിച്ചു. കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഈ പ്രകാരം അന്ധരായി മാറിയവർക്ക് യഥാർത്ഥ കാഴ്ച നൽകുവാൻ, നിത്യതയുടെ വെളിച്ചം നൽകുവാൻ, സുവിശേഷത്തിന്റെ പ്രകാശം നൽകുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ! എത്ര മനോഹരമായ പ്രഖ്യാപനമാണ്. 3-ാമത് വചനം വെളിപ്പെടുത്തുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. നമ്മൾ പലവിധ വേദനകളാലും ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും നൊമ്പരങ്ങളാലും മാനസിക പീഡകളാലും ഒരുപാട് അടിച്ചമർത്തപ്പെട്ടവരാ. അതുകൊണ്ട് എന്താ, നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല എന്ന് പലർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഉള്ളു തുറന്ന് ഒന്ന് ചിരിച്ചിട്ട് നമ്മൾ എത്ര നാളുകളായി? ഒന്ന് ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിച്ച് ഒന്ന് ആനന്ദിച്ച് ഉല്ലസിച്ചിട്ട് എത്ര നാളുകളായി? എൻ്റെ സഹോദരങ്ങളെ, നമ്മോട് തന്നെ ചോദിക്കണം. കാരണം എന്താ, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഹൃദയം തുറന്നൊന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ആവിധം നമ്മൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുക. പലവിധ വേദനകളാലും മുറിവുകളാലും നൊമ്പരങ്ങളാലും കർത്താവ് പ്രഖ്യാപിക്കുകയാ, ഈ അടിച്ചമർത്തലുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്, ഇതാണ് സുവിശേഷത്തിന് പ്രഖ്യാപനം. കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള സത്യം ഇതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന വിമോചനമാണ്, ഡെലിവറൻസ് ആണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 6-7 വചനങ്ങൾ.
പരിശുദ്ധാത്മശക്തിയോടെ സഭയിലെ ആദ്യ സഭയിൽ ഡീക്കനായിരുന്ന പീലിപ്പോസ് സമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ആയിരങ്ങൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ആ ജനക്കൂട്ടത്തോട് പരിശുദ്ധാത്മ അഭിഷേകത്താൽ പീലിപ്പോസ് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കും. ജനക്കൂട്ടം മുഴുവൻ ഈ വചനങ്ങളെല്ലാം അവർ ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണ്. അനേകർക്ക് അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി. എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ജനത്തെ മാനസാന്തരത്തിലേക്കും യഥാർത്ഥ അനുതാപത്തിലേക്കും നയിക്കും. 7-ാം വചനം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തുപോയി. ആ വചനം ശ്രദ്ധിച്ചെല്ലാവരും. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മ ശക്തിയാൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് കേൾക്കുന്നവർക്ക് വിടുതൽ ഡെലിവറൻസ് കൊടുക്കുകയാണ്. അവിടെ ആരും കൈവപ്പ് പ്രാർത്ഥനയോ പ്രത്യേകിച്ച് ഡെലിവറൻസ് മിനിസ്ട്രി ഒന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്കിന്ന് ആവശ്യം ആത്മാവിൻ്റെ സജീവമായ പ്രവർത്തനമാണ്. വ്യക്തി ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ എന്നിൽ ഡെലിവറൻസ് നടക്കുക. എൻ്റെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ച പല ബന്ധനത്തിൻ്റെ, അടിച്ചമർത്തലുകളുടെ, ചില പാപ ദുശീലങ്ങളുടെ, പല വിധത്തിലുള്ള തഴക്ക ദോഷങ്ങളുടെ ആ ബോണ്ടേജുകളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ട് യേശുക്രിസ്തു നൽകിയ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മ നയിക്കുകയാണ്. നമുക്കിന്ന് ആവശ്യം ഈ വിമോചനമാണ് സഹോദരങ്ങളെ. പരിശുദ്ധാത്മ നൽകുന്ന വിടുതൽ. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് പല വിധത്തിലുള്ള പൈശാചിക രൂപികൾ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ, അലസതയുടെ, മന്ദതയുടെ എന്നുവേണ്ട വിവിധങ്ങളായ പൈശാചിക രൂപികൾ വിവിധങ്ങളായ വ്യക്തികളിൽ നിന്ന് അവ അലറി വിളിച്ച് പുറത്തു പോവുകയാണ്. കൂട്ട ഡെലിവറൻസ് സമരിയ പട്ടണത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. നമ്മൾ അതിനുവേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കണം. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുവാൻ. ഇപ്പോൾ അവിടെ ഡെലിവറൻസ് നടക്കും. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വാഴുകയില്ല. സാത്താൻ അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മ ശക്തിയുള്ളിടത്ത്, പരിശുദ്ധാത്മ തീയുള്ളിടത്ത്, പരിശുദ്ധാത്മ അഭിഷേകമുള്ളിടത്ത് പിശാചിനെ വാഴുവാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവെല്ലാം നിയന്ത്രിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കളൊക്കെ ഇന്ന് എങ്ങോട്ടാണ് പോണത്? ഇതുമാത്രം മാരകമായൊരവസ്ഥയിൽ നമ്മുടെ തലമുറ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി കഞ്ചാവും മയക്കമരുന്നുകളും ലഹരികളും വഴിവിട്ട മ്ലേച്ഛതകളും ഇന്ന് വേണ്ട, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ഇന്ന് പാപ പങ്കിലമായി തലമുറയെ പിശാച് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഡെലിവറൻസ് ആവശ്യം. ഇവിടെയാണ് പരിശുദ്ധാത്മ തരുന്ന വിമോചനം നമുക്ക് വേണ്ടത്. സഹോദരങ്ങളെ, ആവേശിച്ച് വിട്ട് പുറത്തു പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സെൽഫ് ഡെലിവറൻസ് വേണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഹോളി സ്പിരിറ്റ് നിറയാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഡെലിവറൻസ് സംഭവിക്കുകയാണ്. അത് കുടുംബത്തിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, ദേശത്താണെങ്കിലും, എവിടെയാണെങ്കിലും അവിടെ എല്ലാ വിമോചനങ്ങൾ വെളിപ്പെടുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19, 11, 12 പൗലോസ്ലീഹായുടെ സ്പർശനമേറ്റ തൂവാലകൾ, അംഗവസ്ത്രങ്ങളൊക്കെ പിശാചികൾ ആവേശിച്ചിരുന്നവരുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ അശുദ്ധാത്മകൾ അവരെ വിട്ട് പുറത്തുപോയി. അത്ഭുത രോഗശാന്തികൾ വെളിപ്പെട്ടു. ഡെലിവറൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ എവിടെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഡെലിവറൻസ് ഉണ്ട്. എവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടോ അവിടെ ഡെലിവറൻസ് ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഡെലിവറൻസിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കണം.
പരിശുദ്ധാത്മ തരുന്ന വിമോചനത്തിൻ്റെ ശക്തി സ്വീകരിക്കാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ഓരോ ദിനവും ഈ ഡെലിവറൻസ് ആവശ്യമാണ്. അത്ഭുത ഹീലിംഗ് നടക്കുകയാണ്. എക്സ് 2:43 പറയുന്നു, എല്ലാവരിലും ഭയമുണ്ടായി. കാരണം എന്താ? അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാവ് ഡെലിവറൻസുകൾ നടത്തി, അത്ഭുതങ്ങൾ ചെയ്തു, അനേകർക്ക് മാനസാന്തരമുണ്ടായി. സഭ മുഴുവനിലും ദൈവഭയത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് ഇതാ സഭയിൽ സംഭവിക്കണ്ടേ. അപ്പോസ്തലപ്രവൃത്തി 5:12 വാ. വീണ്ടും വചനം പ്രഖ്യാപിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങൾ, വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ടിന്യൂസായ തുടർച്ചയായ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമായിരുന്നു. ആത്മാവ് ഇങ്ങനെ മൂവ് ചെയ്യാണ്, ആത്മാവ് പ്രവർത്തിക്കുകയാണ്, ഇടപെടുകയാണ്, കൂട്ട ഡെലിവറൻസ് നടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്നും നമുക്കിത് ആവശ്യമാണ്. നമ്മുടെ മക്കളെ പൂർണ്ണമായും പരിശുദ്ധാത്മന് സമർപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ച ബന്ധനത്തിൻ്റെ കെട്ടുകൾ പരിശുദ്ധാത്മ ശക്തിയാൽ അഴിഞ്ഞു മാറ്റപ്പെടുവാൻ നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കണം. സാംസനെ ആ ചണനൂലുകൊണ്ട് ഫിലിസ്തീനെ ബന്ധിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ റൂഹ് അവൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ അതല്ല ചണനൂല് പോലെ പടപടപടാന്ന് പപ്പടം പൊടിയുന്നത് പോലെ അത് പൊടിഞ്ഞ് പൊട്ടിപ്പോയി. സാംസൺ സ്വതന്ത്രനായി. അവൻ വിമോചിതനാവുകയാണ്. ഇത് പരിശുദ്ധാത്മത്തിൻ്റെ ഡെലിവറൻസിൻ്റെ ഒരു നിഴൽ ചിത്രമാണ് സഹോദരങ്ങളെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയൊക്കെ ഒരു ഡെലിവറൻസ് വേണം, നമ്മൾ ആത്മാവിനെ വിളിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു ഡെലിവറൻസ് വേണം. കലഹം, അസ്വസ്ഥതകൾ, കൊച്ചു കാര്യങ്ങൾക്ക് വരെ നമ്മൾ ബഹളമുണ്ടാക്കുന്നു, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എന്ന് വേണം. നമ്മുടെ കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ ഡെലിവറൻസ് വേണം. നമ്മുടെ സമൂഹങ്ങൾ, സമർപ്പിത കൂട്ടങ്ങൾ, സമൂഹങ്ങളൊക്കെ അവിടെയൊക്കെ തീയിറങ്ങണം. പല സമൂഹങ്ങളും പല പ്രതിസന്ധിയിലാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ തലമുറകളിൽ ദൈവത്തിൻ്റെ തീയിറങ്ങണം. തീ സാന്നിധ്യം അത് ആളിപ്പടരണം സഹോദരങ്ങളെ. അവിടെ എല്ലാം വിശുദ്ധീകരണവും വിമോചനവും ഉണ്ടാവണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന് അടിയുറവയ്ക്കുക. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിക്കുക. നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ തലമുറകളെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവിന് ശക്തമായൊരു വ്യാപനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസിന് വേണ്ടി നമുക്ക് ഈ നാളുകളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ